ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്തോതിയിട്ട് എടോ ഇങ്ങനെ നടന്നാ നിനക്ക് നരകമുണ്ടടാ, നരകത്തിന്റെ തീയുണ്ടടാ, 3000 കൊല്ലമാണ് അല്ലാഹു നരകത്തെ ഇട്ട് കത്തിച്ചതെന്ന് പറയുമ്പോ 2022 ജീവിക്കുന്ന ബുദ്ധി കൂടിയ ചെറുപ്പക്കാരൻ ചോദിക്കുന്ന ഉസ്താദേ, നരകം എവിടെയാ? ആകാശത്തിലാണോ, ഭൂമിയിലാണോ, അതോ കടലിന്റെ അടിത്തട്ടിലാണോ അല്ലാഹു പടച്ചു വെച്ചിരിക്കുന്നത്? ഇതൊക്കെ തള്ളലല്ലേ ഉസ്താദ്? ഇതൊക്കെ ഞങ്ങളെ പേടിപ്പിക്കലല്ലേ? ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നരകമുണ്ട് പെങ്ങളെ, നിന്റെ തലമുടി പോലും വെളിയിൽ കാണിച്ചുകൊണ്ട് നടക്കരുത്. അങ്ങനെ നടക്കുന്നവൾക്ക് നാളെ നരകത്തിന്റെ ചെമ്പിന്റെ തൊപ്പി അല്ലാഹു നിന്റെ തലയിൽ വെച്ച് തരുമെന്ന് പറയുമ്പോ അതവിടെയല്ലേ ഞങ്ങളൊക്കെ അങ്ങനെ ജീവിച്ചോളാം, എന്ത് ശിക്ഷയാണെങ്കിലും ഞങ്ങൾ നേരിട്ട് കൊള്ളാം എന്ന് പറയുന്നതാ പരിഹസിക്കുന്ന പെങ്ങള്. മോളെ, നിനക്ക് നരകമുണ്ടെന്ന് ഞങ്ങൾ പറയുമ്പോ വിശ്വാസം വരുന്നില്ലെങ്കിൽ, നരകത്തിന്റെ ഭയാനകമായ ശിക്ഷകളെ കുറിച്ച് പറഞ്ഞു തന്നിട്ട് നിനക്ക് തിരിയുന്നില്ലെങ്കിൽ, മോളെ പറഞ്ഞിട്ട് തിരിഞ്ഞില്ലെങ്കിൽ കാണുമ്പല്ലോ, പറഞ്ഞിട്ട് തിരിഞ്ഞില്ലെങ്കിലും കാണുമ്പോ നിനക്ക് തിരിയുമല്ലോ. കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ? കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, വേണമെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാ മതി. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന ഒരു സമയമുണ്ടല്ലോ. പാലക്കാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തില് രണ്ടാമത് മൂതുന്ന ദിവസം ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗി പോലെ വരുന്നവർ, പുഴുത്തുനാറി വരുന്നവർ, പേപ്പട്ടിയെ പോലെ വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, പിൻദ്വാരങ്ങളിൽ കുടികുത്തി വെച്ച് കൊണ്ടുവരുന്നവർ, ഇതുപോലെ നാളെ പുറക്കാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് ഉടുതുണിയില്ലാതെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമല്ലോ. പേടിച്ചു വിറച്ചുകൊണ്ട് തലതാട്ടി പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് അതാ മൃഗങ്ങളെ തയ്ച്ചു കൊണ്ടുപോകുന്നത് പോലെ അള്ളാഹുവിന്റെ മലക്കുകൾ എന്നെയും നിങ്ങളെയും കൊണ്ടുവരുമല്ലോ. പേടിച്ചു വിറച്ചുകൊണ്ട് ചെമ്പിന്റെ തറയിലൂടെ ഉടുതുണിയില്ലാതെ കണ്ണ് നിറ കണ്ണുകളോട് പൊട്ടിക്കിടന്നുകൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ, എല്ലാ ചെറുപ്പക്കാരാ, 15 ലക്ഷം കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന പടച്ചറപ്പിന്റെ സൂര്യൻ അസ്തമിച്ചിട്ട് 10 മണിയായിട്ടും എനിക്കും നിങ്ങൾക്കും അതിന്റെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല. ശരീരം വിയർക്കുകയാണ്, വല്ലാത്ത പ്രയാസമാണ്, ചൂട് അനുഭവപ്പെടുകയാണ്. എങ്കിൽ ഇതൊന്നും ഒന്നുമല്ലടോ. നാളെ അള്ളാഹുവിന്റെ കോടതിയിലെ ചെമ്പിന്റെ തറയിൽ ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും ചെരുപ്പില്ലാതെ നട്ടരായിട്ട് ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ അള്ളാന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളിൽ മുകളിൽ നിന്ന് പടച്ചറപ്പിന്റെ സൂര്യനുണ്ടല്ലോ, അത് താഴേക്ക് ഇറങ്ങി വരികയാ, അത് താഴേക്ക് ഇറങ്ങി വരികയാണ്. ഒരു ചാട് മുകളില്, നിന്റെ തലയുടെ ഒരു ചാട് മുകളില്, ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന സൂര്യനെ അല്ലാഹു ഇറക്കിയങ്ങ് കൊണ്ടുവരുമ്പോ എന്തേ നീ ചെയ്യുക? ആ ദിവസത്തെ കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ടോ? ചൂടുള്ള നാളുണ്ട്, കിയാമന്നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ, വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള, സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള. മോനേയതാ പച്ചമണ്ണിനകത്ത്, ചെളിയുള്ള മണ്ണിനകത്ത് നിന്ന് കട്ടയുണ്ടാക്കുമല്ലോ, അത് വെളിയിലെടുത്തു വെച്ച് ഉണക്കുമല്ലോ. ഉണങ്ങിക്കഴിഞ്ഞ അടുക്കി വെച്ചിട്ട് പച്ചവിറകിട്ട് കത്തിക്കുന്ന ചൂള കണ്ടിട്ടുണ്ടോ? അതൊന്നും ഒന്നുമല്ലടാ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എന്റെ പ്രിയപ്പെട്ട യുവത്വേ, മോനെ, അതാ അതാ പടച്ചവനെ കാളവണ്ടി ചുമട് വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ല? അമ്പലപ്പുഴയിൽ നിന്ന് ഹരിപ്പാട് നിന്നൊക്കെ
നീ എത്രയോ ചെറുപ്പകാലത്തിലെ കാളവണ്ടി കണ്ടിട്ടുണ്ടല്ലോ. ആ നട്ടുച്ച സമയത്ത് ആ കാള ഇങ്ങനെ ചുമട് വലിച്ചു കൊണ്ടുപോകുമ്പോ അതിന്റെ വായിലൂടെ പത വരുന്നില്ല, നുര വരുന്നില്ല. ഇത് നീ കണ്ടിട്ടുണ്ടല്ലോ. നാളെ പരലോകത്ത് വരുവടാ നിന്റെ വായിൽ നിന്ന്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, വീട്ടിലടുക്കളയിൽ കിടന്ന് ചോറ് വെക്കുമ്പോ അതാ കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളച്ചിട്ട് പാത്രത്തിന്റെ മുകളിലൂടെ നിറഞ്ഞ് കവിയുമല്ലോ. കാണുന്ന ഉമ്മ, നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ വെച്ച് നിന്റെ തലയ്ക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അതിങ്ങനെ പൊങ്ങും പെങ്ങള്. തലച്ചോറ് തിളച്ചിട്ട് നിന്റെ കണ്ണിന്റെ മുകളിലൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ഒരു ദിവസം വരാറുണ്ട്. ആ ദിവസത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ ചാരത്ത് കടന്നു ചെല്ലുകയാ. മാലിക്, നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. എങ്ങനെയാ ജിബ്രീൽ ഈ ഭയാനകമായ നരകത്തെ എങ്ങനെയാ ഞാൻ പരലോകത്ത് കൊണ്ടുവരിക? അല്ലാഹുവിന്റെ കൽപ്പനയാ മാലിക്. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന പടച്ചറബിന്റെ കൽപ്പനയാണ്. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്ക് തന്റെ അനുയായികളെ വിളിക്കുകയാ. തന്റെ കൂടെയുള്ള മലക്കുകളെ വിളിച്ചിട്ട് പറയുന്നു, ചങ്ങലയെടുത്ത് കൊണ്ടുവരാറ്, ചങ്ങലയെടുത്ത് കൊണ്ടുവരാറ്. നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളതാ ചങ്ങലയെടുത്ത് കൊണ്ടുവരികയാ. 70,000 ചങ്ങലകൾ കൊണ്ടുവന്ന് നരകത്തിന്റെ ഒരു ഭാഗത്ത് ബന്ധിപ്പിക്കുകയാ. 1ഉം 2ഉം ചങ്ങലയിലല്ല, 70,000 ചങ്ങല. അല്ലാഹുവേ, ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകളാ. അങ്ങനെ 70,000 ചങ്ങല. മോനെ, ചങ്ങല കണ്ടിട്ടുണ്ടോ? ചങ്ങലയിൽ ഇങ്ങനെ കൊളുത്തുകൾ ചേർത്ത് വെച്ചിട്ടില്ലേ? നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയിലും കൊളുത്തുകളുണ്ട്. ആ ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലുപ്പം നിനക്കറിയോ? ഈ കാണുന്ന ദുനിയാവിനെക്കാളും വലുതാ. ഈ കാണുന്ന പ്രപഞ്ചത്തിനെക്കാളും വലുതാണ് വാപ്പാ. ഇങ്ങനെ കരഞ്ഞു വിളിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ അല്ലാഹുവിനോട് പറയുമടാ യുവത്തവേ, അല്ലാഹുവിനോട് പറയും പെണ്ണേ, ഇല്ലെന്ന് പറഞ്ഞ് നെളിഞ്ഞു നടന്നവര്, അല്ലാഹുവിന്റെ ഖുർആനിനെ പരിഹസിച്ചവര്, ഇതൊക്കെ പുച്ഛിച്ചു തള്ളിയവര് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഈ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമടോ. വൈദാ റാത്തഹും മിൻ മകാനിൻ ബഈദ്. ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുന്നത് കാണുമ്പോ അവിടെ നിന്ന് പറയുമടാ, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ. അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹ്, എന്റെ രക്ഷിതാവായ റബ്ബേ, കണ്ടു റബ്ബേ, കണ്ടു റബ്ബേ, നരകത്തെ കണ്ടല്ലോ, തീ കണ്ടു റബ്ബേ, വലിപ്പം കണ്ടു റബ്ബേ, ശിക്ഷ കണ്ടു റബ്ബേ, വസമിഅനാ, എന്റെ ചെവി കൊണ്ട് ഞാൻ അതിന്റെ വിളി കേൾക്കുന്നു അല്ലാഹ്. വിശ്വാസമായി റബ്ബേ, ഫർജിഅനാ, തെണ്ടുമടാ ചെറുപ്പക്കാരാ, നാളെ പരലോകത്ത് കിടന്ന് തെണ്ടുകയാ. അല്ലാഹുവിന്റെ കോടതിയിൽ കിടന്നിട്ട് യാചിക്കുമടാ, ഞാനെല്ലാം കണ്ടുപടച്ചവന് ഒരു ചാൻസ് കൂടെ താ അല്ലാഹ്. നിലവിളിക്കുകയാ. ആരും നീ തന്നെ നിലവിളിക്കുകയാണ്. യാ വൈലത്താ, യാ ഹസ്രത്താ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് പരലോകത്ത് കിടന്ന് യാചിക്കുമെന്ന് നിലവിളിക്കുമെന്ന് ഖുർആൻ പറയുമ്പോ നിനക്കൊക്കെ തമാശയായി പോയില്ലേ? നിങ്ങൾക്കൊക്കെ നിസ്സാരമായി പോയില്ലേ? നിസ്കരിക്കണമെന്ന് പറയുമ്പോ നിനക്ക് വല്ലാത്ത മടിയാ. സദഖ കൊടുക്കാൻ പറയുമ്പോ നിനക്ക് വല്ലാത്ത പുച്ഛമാ. പെണ്ണെ, വ്യഭിചരിക്കരുത് മോളെ. ശരീരം മറച്ചുകൊണ്ട് നടക്കണം, ഫർദ് ധരിച്ചുകൊണ്ട് നടക്കണം, ഹിജാബ് ഇട്ടുകൊണ്ട്
വിട്ടുകൊണ്ട് നടക്കണം. ഉസ്താദേ നിങ്ങൾക്ക് ഫാഷൻ അറിയില്ലല്ലോ, പരിഹാസമല്ലേ, കളിയാക്കലല്ലേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കാൻ പറയുമ്പോ കള്ള് കുടിക്കരുത്, കഞ്ചാവടിക്കരുത്, മയക്കുമരുന്ന് ഉപയോഗിക്കരുത്, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഹറാമാണെന്ന് പറയുമ്പോ ഉസ്താദേ ഒന്ന് അടിച്ചു നോക്ക്, അപ്പറിയാം ഇതിന്റെ വില എന്താണെന്ന്. കണ്ടുപിടിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോ സാരം കളിയാക്കൽ ഉസ്താദന്മാർക്കൊന്നും അറിയില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലേ, വ്യഭിചരിക്കരുതെന്ന് പറയുമ്പോ എടാ വ്യഭിചരിക്കരുത്, അന്യ പെണ്ണിനോട് കൂടെ നടക്കരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുമ്പോ വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷ. ഖുർആൻ പറഞ്ഞത് വ്യഭിചരിക്കരുതെന്നല്ല, വ്യഭിചാരത്തിനോട് അടുക്കുന്നത് പോലും ചെയ്യില്ലേ എന്ന് പറയുമ്പോൾ നിസ്സാരം കളിയാക്കൽ. പെണ്ണെ നീ ഒന്ന് തല മറക്കടി, തല പോയിട്ട് വേറെ ഒന്നും മറക്കടില്ല, തുറന്നിട്ടുണ്ടടക്കാം. പടച്ചോനെ, നമ്മുടെ കാലഘട്ടം എത്ര മോശമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മളൊക്കെ പഠിക്കണ കാലത്തൊരു ഹദീസ്, ഖിയാമത്ത് നാൾ അടുത്തു വരുമ്പോൾ റോഡിൽ കടന്ന് വ്യഭിചരിക്കും അത്രേ. ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ കടന്ന് വ്യഭിചരിക്കും. അന്ന് ആൾക്കാർ പറയും ഒന്ന് മാറിക്കടന്നൂടെ എന്ന് ചോദിക്കുന്നു. ഇത് വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു റബ്ബേ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്. ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നേരത്തെ ആണിന് വേറെ പെണ്ണിന് വേറെ, കുറച്ച് കഴിഞ്ഞപ്പോൾ ആണിന് വേറെ ബെഞ്ച് പെണ്ണിന് വേറെ ബെഞ്ച്. ഇപ്പൊ പറയുന്നു ഒരുമിച്ചിരുന്നോളെ, എന്നിട്ട് പരസ്പരം ചർച്ച ചെയ്യണം. സ്കൂളിൽ പഠിക്കുന്ന 7ലും 8ലും 9ലും 10ലും പഠിക്കുന്ന ആണും പെണ്ണും ഒരു ബെഞ്ചിൽ ഇരുന്നിട്ട് പരസ്പരം ഷെയർ ചെയ്യണം. മാതാപിതാക്കളോടുള്ള കടമകളെ കുറിച്ചല്ല, മുന്നോട്ടുള്ള വിദ്യാഭ്യാസത്തെ കുറിച്ചല്ല, രാജ്യത്തിനോടുള്ള സ്നേഹത്തെ കുറിച്ചല്ല. ഉസ്താദന്മാരിക്കണോണ്ട് ഞാൻ പറയണില്ല എന്തിനെ കുറിച്ചാണെന്ന്. എന്നിട്ട് അതിന്റെ ഫളായിലുകൾ പറഞ്ഞു കൊടുക്കണം. അത് ഏറ്റവും വലിയ വിഷയം. ടീച്ചർമാർക്കൊക്കെ ഇപ്പോഴാ പണിയായ. കുട്ടികളോട് ഇതിന്റെ ഫളായിലുകൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഇങ്ങനെ അത് ചെയ്താ പ്രയോജനമുണ്ട്, ഇങ്ങനെ ഇതാ പ്രയോജനമുണ്ട് പറഞ്ഞു കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. പാവമല്ലല്ലോ ഒരു പെണ്ണ് സ്വമനസാൽ ഒരുത്തനുമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ട കേസ് പോലും ഇല്ല. കെട്ടിയവൻ വല്ലവും പോയി ആ പെണ്ണിനെ തല്ലിയ ഓനകത്ത്. അല്ലാഹു കാക്കുമാറാകട്ടെ. നമ്മുടെ ഗതിയുടെ നോക്കട് സഹോദര, കാലം എവിടെ എത്തി എന്ന് നമ്മൾ ചിന്തിക്ക്. നമ്മളിതൊക്കെ പറഞ്ഞു കൊടുത്താൽ കളിയാക്കോ നമ്മളെ. എടാ മോനെ മുടി വെട്ടടാ, മോനെ നല്ലപോലെ നടക്കടാ. ഉസ്താദിന് ഫാഷൻ എന്താണെന്നറിയാവോ? ഞാൻ ജുബയും തൊപ്പിയിട്ടുകൊണ്ട് താടിയും വളർത്തിട്ട് നടക്ക, വേറെ പണിയൊന്നും ഇല്ല നിങ്ങൾക്ക്. ഉസ്താദിനെ പരിഹസിക്ക. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ നല്ല കോലം, ഉമ്മ പുറകിലോട്ട് വളർത്തുന്നു, നിന്റെ മോൻ മുമ്പോട്ട് വളർത്തുന്നു, ഇത്ര വ്യത്യാസമുള്ളൂ. മുടി ഇങ്ങനെ വളർത്തിയിരിക്ക, പെയിന്റ് പഠിച്ച് ഇങ്ങനെ നടക്കാം മക്കള്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ പിന്നെ പറയണ്ട. എടാ മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ളത് ഔറത്താടാ ചെറുപ്പക്കാരാ. മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താ. നീ ഔറത്ത് മറച്ചുകൊണ്ട് നടക്കണം, തുറന്നിട്ടുകൊണ്ട് നടക്കരുത്. കീറിയ പാൻറ് ഇട്ടുകൊണ്ട് നടക്കുന്നവനോട് എന്ത് ഔറത്താ വാപ്പ, അല്ലേ? ഇന്നത്തെ ചെറുപ്പക്കാരന്റെ തുട മൊത്തം കീറിയിട്ടിരിക്കുക. സാധു കീറിയ പാൻറുമായിട്ട് നടക്കുന്നു. വാപ്പ നീ വലിയ വണ്ടിക്കകത്താ ജീവിക്കണേ. നീ നടക്കുന്നത് ബെൻസിലും മോഡിയിലും ഫോർച്യൂണലും ക്രിസ്റ്റായിക്കകത്തും കറങ്ങി നടക്കാം. മോൻ ഇങ്ങനെ ഫക്കീറിനെ പോലെ ദരിദ്രവാസിയെ പോലെ കീറിയ പാൻറ് വിട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളുടെ ദാരിദ്ര്യം മാറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മുടെ അല്ലേ. ഈ പെണ്ണുങ്ങളൊക്കെ ഈ തുണി കഴിവുന്ന സമയത്ത് ഈ കീറിയ പാൻറ്റൊക്കെ പണ്ടത്തെ പെണ്ണുങ്ങൾ തയ്ക്കുമായിരുന്നു. ഞാനൊക്കെ നമ്മളൊരു ബഡൻസ് പോയാൽ പോലും പണ്ടത്തെ ഉമ്മയും നമ്മുടെ ഉമ്മയും നമ്മുടെ പെങ്ങന്മാരൊക്കെ ആ ബഡൻസ് പോലും തയ്ക്കും. ഇപ്പൊ കീറിയ മോന്റെ കീറിയ പാൻറ്, പടച്ചോനെ സർവ്വതും കീറിക്കിടക്കുന്നു, ഒന്ന് തച്ചു കൊടുക്കാമെന്നുള്ളൊരു ബോധം പെണ്ണിനില്ല, ഉമ്മയ്ക്ക് പോലും ഇല്ലാതെ പോയി. എന്തൊക്കെ കോലങ്ങളിലാണ് നടക്കുന്നറിയുന്ന തുമ്മത്ത്. പടച്ചോനെ, എടാ നീ അള്ളാനെ പേടിച്ച് ജീവിക്കട. എടാ ഹറാമ് തിന്നരുത്, ഹറാമ് കഴിക്കരുത്, ഹറാമിന് കൂട്ടുനിൽക്കരുത്. 25 കോടിയുടെ ലോട്ടറി എടുക്കുന്നവനോടാ ഇത് പറയണേ. ഓണബമ്പർ അടിക്കാൻ 500 കൊടുത്തിട്ട് ഞാൻ ചിന്തിക്കണം സഹോദര, എടാ പണ്ട് ഒരു മുസ്ലിമിന്റെ അടുക്കൽ ലോട്ടറിയുമായിട്ട് ആരും വരാറില്ല, പ്രത്യേകിച്ച് ഉസ്താദന്മാരെടുത്ത് വരാറില്ല. ജുബ്ബയും തൊപ്പിയും ഇട്ട ഒരു മനുഷ്യന്റെ അടുക്ക വന്നിട്ട് ലോട്ടറി വേണോ എന്ന് ആരും ചോദിക്കത്തില്ല. കാരണം എന്തേ? അവർക്കറിയാം ഇത് നമുക്ക് ഹറാമാണെന്ന്. ഞാൻ 2 ആഴ്ച മുമ്പ്, സ്ഥലം പറയണില്ല, ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറയണ ഓണ ബമ്പറ 25 കോടിയാണ്. ഞാൻ ആ അമ്മയോട് ചോദിച്ചു, അമ്മ ഞങ്ങൾക്ക് ഇത് എടുത്തുകൂടാ. അമ്മയുടെ മറുപടി കണ്ടപ്പോൾ എൻ്റെ കിളി പോയി. അതാ മറുപടി. ആ അമ്മ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങളുടെ ആളുടെ കടയിലെ ഏജന്റാ, ഞാൻ അവിടെ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത്.
ഇവിടെ ഒരു മുസ്ലിം കാക്കാടെ കടയിലെ ഏജന്റായി അമ്മ, ഇവര് വണ്ടി വരുമ്പോ വണ്ടിയിൽ വിൽക്കുന്ന ചേച്ചി അമ്മയാ, നിങ്ങളുടെ ആളുടെ കട. അപ്പൊ അവർക്ക് എടുക്കാമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ ഇങ്ങനെ ആയി മാറിയടോ? 25 കോടി എന്ന് കേൾക്കപ്പോ നീ ഓടുവാ. സുബ്ഹാനല്ലാഹ്. ഇന്ന് ബിസ്മില്ല ലക്കി സെന്റർ എന്നാ പല കടയുടെയും പേര്. ബർക്കത്തിന് വെച്ചിരിക്ക, ബർക്കത്തിന് ലോട്ടറി കടയുടെ പൊട്ടനാവല്ലട ചങ്ങാതി. ലോട്ടറി പലിശ എന്ന് പറയുന്ന സാധനം ഒരിക്കലും സമ്പത്ത് വർദ്ധിപ്പിക്കത്തില്ല. ആദ്യം അത് കേക്ക്. ചിലപ്പോ അടിച്ച അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കും, അത്രേ ഉള്ളൂ. സമ്പത്ത് ഒരിക്കലും നിന്റെ ഈ പലിശ എന്ന് പറയുന്ന പൈസ ഒരിക്കലും നിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കത്തില്ല. അടങ്കലോടെ കൊണ്ടുപോകത്തേ ഉള്ളൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അത് ലോൺ എടുത്തപ്പോൾ നിനക്ക് തിരിഞ്ഞില്ലേ? ലോൺ എടുത്തവർക്ക് അത് തിരിയല്ലോ. പണയത്തിന് കൊണ്ട് വെച്ചിരിക്കുന്ന ആൾക്കാരില്ല, തിരിഞ്ഞില്ല ഇതുവരെ. ഒരിക്കലും അത് വർധനം ഉണ്ടാക്കത്തില്ല. അതേക്കുറിച്ച് പറയുമ്പോൾ നിസ്സാരം. അള്ളാനെ പേടിച്ച് നടക്ക്. ഇന്നത്തെ മനുഷ്യന്മാരോട് ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് ഇതൊക്കെ പറയുമ്പോ പുച്ഛമോ, അമ്മാർക്ക് വേറെ പണിയൊന്നുമില്ല, നടന്നു കുഴപ്പമൊന്നുമില്ല. എന്തൊക്കെയാ പടച്ചവനെ കല്യാണങ്ങൾ, ആർഭാട വിവാഹങ്ങൾ. പണ്ട് ഒരു ദിവസം ആ കല്യാണത്തിന്റെ തലേ ദിവസം മൈലാഞ്ചി, പിറ്റേ ദിവസം കല്യാണം. ഇപ്പൊ ചുമന്ന കല്യാണം, വെള്ളക്കല്യാണം, കറുപ്പ് കല്യാണം, ഒടുക്കത്തെ കല്യാണം, സർവ്വതും കല്യാണം. എന്നിട്ട് ഏറ്റവും വലിയ വിറ്റെന്തെന്നറിയോ? ഈ കബറിലേക്ക് കാല് നീട്ടിയിരിക്കണ താത്താടെ ഡാൻസും ഉണ്ട് അതിനകത്ത്. അതാ മനസ്സിലാക്കണ്ടേ. കിളവിയൊക്കെ ഈ പ്രായം ചെന്ന ഉമ്മാമ്മമാര് ഇപ്പം ഏത് കല്യാണ വീട്ടിലും ഗാനമേള. എന്നിട്ട് ഇങ്ങനെ ആണും പെണ്ണും ആടുക. കുറെ കാലം ചാമ്പലായിരുന്നു, ചാമ്പി നടന്ന് കുറെ എണ്ണം. പള്ളി കമ്മിറ്റിക്കാർ വരെ ചാമ്പുമായിരുന്നു. കമ്മിറ്റിക്കാരെല്ലാരും കൂടെ കസേരയിൽ ഇരിക്കും. പ്രസിഡന്റ് വന്നിട്ട് പറയും ചാമ്പിക്കോ. കുറെ കാലം അങ്ങനെ ആയിരുന്നു. ആണും പെണ്ണും ചാമ്പിക്കല്ലാണോ? നിന്നേക്കാ അള്ള എടുത്തിട്ട് ചാമ്പെന്നൊരു ദിവസം വരാനുണ്ട്, ഓർത്തു വെച്ചോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാടെ ചാമ്പലൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. പടച്ച റബ്ബ് പറയാ, അള്ളാനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ട് എന്തു വേണമെങ്കിലും കാണിച്ചോ, ഒരു പ്രശ്നമില്ല. നിനക്ക് ഇഷ്ടമുള്ളത് തിന്നാം, ഇഷ്ടമുള്ളത് കുടിക്കാം. നിനക്കതിനുള്ള സ്വാതന്ത്ര്യം അള്ള തന്നിട്ടുണ്ടല്ലോ. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. അള്ള പറഞ്ഞുടാ, ഈ കാണുന്ന വഴി കൂടെ പോയാൽ നിസ്കരിക്കണം, ഖുർആൻ ഓതണം, നോമ്പ് പിടിക്കണം. ഞാൻ പറയുന്നത് പോലെ നീ ജീവിച്ചാ നിനക്ക് സ്വർഗത്തിൽ പോകാം. ഈ കാണുന്ന വഴി കൂടെ പോയാൽ എന്തു തോന്നിവാസവും കാണിക്കാം. ഒരുത്തരും നിന്നോട് ചോദിക്കാൻ വരില്ല. പക്ഷേ ഇതിന്റെ അവസാനം നീ സൂക്ഷിക്കണം. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, ഇത് രണ്ടും നിനക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തെരഞ്ഞെടുത്തോ, എന്തു വേണമെങ്കിലും ചെയ്തോ. തലയിൽ കയറി ഇരിക്കണോ, ഉടുതുണിയില്ല നടക്കണോ, എന്തു വേണമെങ്കിലും ചെയ്തോ. പക്ഷെ അള്ള പറയുകയാ, ഖുർആനിലെ ഒരായത്ത് റബ്ബ് പറയുന്നുണ്ട്, നീ ഓർത്തു വെച്ചോ. എടാ, ഏതൊക്കെ ആയത്ത് മറന്നുപോയാലും വാപ്പയോടും പറയുന്നു, ഉമ്മയോടും പറയുന്നു, അള്ളാഹുവിന്റെ ഖുർആനിലെ ഏതായത്ത് മറന്നാലും ഈ ആയത്ത് മറക്കരുത്. ഇത് അള്ളാഹുടെ ഭീഷണിയാണ്. ഇത് അള്ളാഹു നമ്മൾ പറഞ്ഞു തരുന്ന ഒരു വലിയ മുന്നറിയിപ്പാ. അള്ളാഹു പറയുകയാണ്, ഏതായത്തെന്നറിയുമോ? ഏത് മറന്നാലും കള്ളു കുടിക്കുന്നവനും വ്യഭിചരിക്കുന്നവനും. പടച്ചവനെ, ഓണമൊക്കെ വരിക, ഇനി തുടങ്ങാൻ പോകുകയാണ്. ആഘോഷങ്ങളുടെ ദിനങ്ങൾ കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളും ശിആറുകളും ഒക്കെ ഞാനും നിങ്ങളും മറക്കാൻ തുടങ്ങുമ്പോ, എടോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്ത് വേണമെങ്കിലും കാണിച്ചോ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് ഒരു യുദ്ധത്തിന് പോവുകയാണ്. യുദ്ധത്തിന് കടന്നു പോകുമ്പോ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിയുണ്ടല്ലോ. ഒരു ചെറുപ്പക്കാരന് സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോൾ അവളോട് പ്രണയം തോന്നുകയാ. ഒരു സുന്ദരിയായ പെണ്ണിനോട് പ്രണയം തോന്നി. അവസാനം ആ ചെറുപ്പക്കാരൻ പെണ്ണിനോട് പ്രേമം പറയാൻ പോകുമ്പോ സ്വഹാബത്ത് പറഞ്ഞു, വേണ്ട മോനെ, നീ യുദ്ധത്തിന് വന്നതാണ്, ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത്. ആര് പറഞ്ഞിട്ടും കേൾക്കാതെ ആ ചെറുപ്പക്കാരൻ പ്രണയം തലയ്ക്ക് പിടിച്ചപ്പോ സുന്ദരിയായ പെണ്ണിന്റെ ചാരത്ത് ചെന്ന് തന്റെ മോഹം പറയുകയാണ്. ആ ജൂത പെണ്ണ് പറയുകയാ, നീ നിന്റെ മതം കളഞ്ഞിട്ട് എന്റെ മതത്തിൽ വന്നാൽ നമുക്കൊരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കുകയാ. ആര് പറഞ്ഞിട്ടും കേൾക്കാതെ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് മതം മാറി, പെണ്ണ് കെട്ടി സുഖജീവിതം തുടങ്ങി. യുദ്ധം പോലും പരാജയപ്പെട്ട് സ്വഹാബികൾ തിരിച്ചു വന്നു. കൊല്ലങ്ങൾ കഴിഞ്ഞു. അന്ന് യുദ്ധത്തിന് പോയ ഒരു സ്വഹാബി ആ നാട്ടിലൂടെ പോകുമ്പോ അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ, പണ്ട്
മതം മാറി പെണ്ണ് കെട്ടിയ ഒരു കൂട്ടുകാരൻ ഈ നാട്ടിലുണ്ടല്ലോ. അവനെ കുറിച്ചും അറിയണമല്ലോ, അവനെ കുറിച്ചും അറിയണമല്ലോ. പടച്ചവനെ കണ്ടുപിടിക്കുകയാ. അവസാനം അവന്റെ അടുക്കൽ ചെന്നു, എല്ലാ വിശേഷങ്ങളും ചോദിച്ചു. പിരിയാ സമയമായപ്പോ അവിടുന്ന് ചോദിച്ചു, ചെറുപ്പക്കാരാ, നീ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഹാഫിളായിരുന്നല്ലോ, സാധാരണ ആളായിരുന്നില്ല. അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും പഠിച്ചവനായിരുന്നല്ലോ, ഒരു ഹാഫിളായിരുന്നല്ലോ. എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനിലെ ഏതെങ്കിലും ഒരു അധ്യായം നിനക്ക് ഓർമ്മയുണ്ടോ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എല്ലാം ഞാൻ മറന്നുപോയി. 114 സൂറത്തുകളും ഞാൻ മറന്നുപോയി. പക്ഷേ ഒരായത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരേ ഒരായത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്റെ ചെറുപ്പക്കാരാ, നിനക്ക് ഓർമ്മ വേണമടാ. മുടി വളർത്തിക്കൊണ്ട് നടക്കുന്നവന്, കള്ളും കഞ്ചാവും അടിക്കുന്നവന്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവന്, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ മുഴുവനും കാറ്റിൽ പറത്തുന്നവന്, അല്ലാഹു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ഇരുകരങ്ങൾ നീട്ടി സ്വീകരിച്ചിട്ട് നന്ദിയില്ലാത്തവനെ പോലെ പടച്ചറബിനെ പുറങ്കാല് കൊണ്ട് ചവിട്ടികെട്ട് നടക്കുന്ന മുസ്ലിം പണ്ട്. ആര് പറഞ്ഞാലും മഗ്‌രിബ് കഴിഞ്ഞാ എനിക്ക് സീരിയൽ കാണണം ഉസ്താദ്, എത്ര പറഞ്ഞാലും ഞാൻ മാറില്ലെന്ന് പറയുന്ന പെങ്ങള്, നീ ഏതായത്ത് മറന്നാലും ഇത് മറക്കല്ലേ. ഏതായത്തും അറിയോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. ഏതായത്ത് മറന്നാലും മറക്കല്ലേ. ഇത് ഹൃദയത്തിൽ എഴുതി വെച്ചോ, ഇത് നീയൊക്കെ ഹൃദയത്തിൽ എഴുതി വെച്ചോ. വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാ, ഒരു പഴഞ്ചൊല്ലുണ്ട്, ഓൻ തോടിയ എവിടെ വരെ ഓടും. നമ്മള് നാടൻ ഭാഷ പറയുമല്ലോ, എടാ ഓൻ തോടിയ എവിടെ വരെ ഓടും. അല്ലാഹു പറയുകയാ, നീ പോയാ എവിടെ വരെ പോകും. അല്ലാഹു പറയുകയാ, നീ എവിടെ പോയാലും എന്റെ മുന്നിൽ തന്നെ നീ തിരിച്ചു വരും. ഇത് അല്ലാഹ് പറഞ്ഞതാ. നീ എവിടെ പോയാലും എന്റെ മുന്നിൽ വരുവടാ. നിനക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, നീ വാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആനിന്റെ ആയത്തുകൾ കേട്ട് നിസാരമാക്കുന്ന നിന്നെ അല്ലാഹു തിരിച്ചു കൊണ്ടുപോകുകയും നിനക്ക് ഉറപ്പായിട്ടും നിനക്ക് കഠിന ശിക്ഷ അല്ലാഹു തന്നിരിക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 3 ഖുർആനിനെ പരിഗണിക്കാതെ വരുമ്പോ, ഖുർആനിനെ സാരമാക്കി കാണുമ്പോ അല്ലാഹു തരുന്ന 3ാമത്തെ ശിക്ഷ എന്താ? വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ لما حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. മൂന്നാമത്തെ ശിക്ഷ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകളെ പരിഗണിക്കാത്തവന് അല്ലാഹു തരുന്ന 3ാമത്തെ ശിക്ഷ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പഴയതുപോലെ എല്ലാവരുടെ കയ്യിലും പൈസയൊക്കെ ഉണ്ടോപ്പാ? ഉണ്ടോ? എവന്റെ അടുക്ക ചോദിച്ചാലും ഇല്ല എന്നാ പറയണേ. ഉണ്ടെന്നൊരുത്തിനും പറയണില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പിരിവിനൊക്കെ പോകാൻ സങ്കടം ഉസ്താദ്. പിരിവിന് പോകുമ്പോൾ, ഞാനിപ്പോ വായ്പാട് പള്ളിയിൽ നിന്ന് പിരിവിന് പോകുന്ന കാര്യം പറയുമ്പോൾ ഞാൻ പറയും കുറച്ച് പൈസ കൈവച്ചോളാം. കാരണം എന്തേ? പിരിക്കാൻ പോകുന്ന വീട്ടിൽ അവന്റെ സങ്കടം കേൾക്കുമ്പോൾ അങ്ങോട്ട് കൊടുക്കാൻ. വീട്ടിൽ ഫോർച്യൂണറും വലിയ വലിയ വണ്ടി കിടക്കുന്നുണ്ട്, കോടീശ്വരനാ, അവനാ ഇരുന്ന് ദാരിദ്ര്യം പറയുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ. എടാ, ഇന്ന് ആരോട് ചോദിച്ചാലും പറയണത് പൈസ ഇല്ലാന്നാ. ഉണ്ടെന്ന് ആരും പറയണില്ല. പൈസയൊക്കെ എവിടെ പോണെന്ന് അറിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. ചുമ്മാതെ കള്ളം പറയാന്ന് സൂക്ഷിക്കണം കേട്ടോ. പൈസ കൈ വെച്ചിട്ടില്ല എന്ന് പറയരുത്.
പൈസ കയ്യിൽ വെച്ചിട്ട് ഇല്ല വീടിന്റെ അലമാരിക്കകത്ത് പൈസ ഉണ്ട്. അള്ളാണോ ഒന്നും ഇല്ല പഠിച്ചവനെ, ഒന്നുമില്ല. അള്ളാഹ് അതിനകത്ത് വലിച്ചങ്ങിട്ട് കാക്കുമാറാകട്ടെ പഠിച്ചു. എടോ, നീ ആദ്യം മനസ്സിലാക്കേണ്ടത് 2 കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം. കയ്യിൽ വെച്ചിട്ട് ഇല്ല എന്ന് പറയും. കാരണം നിന്റെ നാവ് നിനക്കറിയില്ല. നിന്റെ നാവിന്റെ വില എന്താണെന്ന് നിനക്കറിയില്ല. ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ പണ്ടൊക്കെ ചില ഉമ്മാമ്മമാരുണ്ട്, അവരിങ്ങനെ പാപ്പമാരൊക്കെ റോഡിൽ കൂടെ പോകുമ്പോ ഒരു വാഴ ഇങ്ങനെ കൊലച്ചു നിൽക്കുക, വല്ലാത്ത കൊല. അപ്പൊ ഈ ഉപ്പാപ്പ പറഞ്ഞു, എന്തൊരു കൊലയാടാ ബോക്കറ ഇത്, പടച്ചവനല്ല, ഒരൊറ്റ പറച്ചല. അവിടെ ഒരു കൊല നിന്നതിന്റെ അസറ് പോലും പിന്നെ കാണാറില്ല, കരിഞ്ഞങ്ങ് പോകും. അതുകൊണ്ടാ പറഞ്ഞത്, കണ്ണാടിയിൽ നോക്കിയിട്ട് എനിക്ക് ഗ്ലാമർ കൂടുതലാണെന്ന് നമ്മൾ പറയരുത്. സ്വന്തം മുഖം കണ്ണാടി നോക്കിയിട്ട് പടച്ചോനെ എനിക്ക് എന്നാ ഗ്ലാമർ പറയരുത്. കാരണം നിന്റെ നാവിന്റെ ഹിതം നിനക്കറിയില്ലല്ലോ. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ നീ കയ്യിൽ പൈസ വെച്ചിട്ട് പറയുക എന്റെ കയ്യിൽ ഒന്നുമില്ല. അള്ളാഹ് നിന്നെ അങ്ങനെ ആക്കിക്കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഈ 2 എപ്പോഴും മലക്കുകൾ കൂടെ ഉണ്ടാകുന്നു. നമ്മുടെ കൂടെ എപ്പോഴും മലക്കുകൾ കൂടെയുണ്ട്. നീ നിന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് മലക്കുകൾ എങ്ങാണ് ആമീൻ പറഞ്ഞാൽ നീ എത്തിങ്ങാനായി പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. എടാ, ഉണ്ടെങ്കിൽ കൊടുക്കില്ലെങ്കിൽ കൊടുക്കണ്ട. എന്റെ കയ്യിൽ ഞാൻ ഇത്രേ ഉള്ളൂ, ഉള്ളപ്പോ തരാം, അന്തസ്സല്ലേ. എന്തിനീ കള്ളത്തരം പറയണേ? എന്തിനാ? തമാശയ്ക്ക് പോലും പറയാൻ പാടില്ല എന്ന കള്ളം. നബിതങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങളൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. നബി ഉമ്മു സലമയാണെന്ന് തോന്നുന്നു റളിയല്ലാഹു തആല അൻഹ. മഹാൻ മഹദിയുടെ വീട്ടിലേക്ക് എങ്ങാണ്ട് നബി ഒരിക്കൽ പോകുമ്പോ വീടിന് പുറത്ത് നിന്നിട്ട് കുട്ടി കളിച്ചോണ്ടിരിക്കുക. ഉമ്മ പറഞ്ഞു, ഇങ്ങ് വാ മോനെ, നിനക്ക് ഞാനൊരു സാധനം തരാം. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, ഉമ്മു സുലൈം, നീ വല്ലതും കൊടുക്കാനാണോ വിളിച്ചേ? ഒന്നുമില്ല നബിയെ, ഒരു കാരക്ക ഇരിക്കുന്നു, അതിന്റെ പകുതി കൊടുക്കാന്ന് വിചാരിച്ചു. നബിതങ്ങൾ പറഞ്ഞു, നീ കൊടുത്തില്ലെങ്കിൽ നീ കള്ളം പറഞ്ഞതായി മലക്കുകൾ എഴുതി വെക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഉമ്മ പറയാ, മൊബൈല് തരാം, വാടാ, നിനക്ക് അത് പേടിച്ചു തരാടാ എന്ന് പറഞ്ഞ് വിളിച്ച് കയറ്റും. കൊടുക്കുവോ? കൊടുക്കത്തില്ല. എന്തിനാടോ? ആകാശത്ത് കാണുന്ന അമ്പിളി അമ്മാവനെ കാണിച്ചിട്ട് ഉമ്മ പറയും, എന്തുകൊണ്ട് അത് ഞാൻ പിടിച്ചു തരായി ചോറുണ്ടായി. ഖിയാമത്ത് വരെ തള്ളത് പിടിച്ചു കൊടുക്കോ? ചുമ്മാതങ്ങ് പറയാ. ഇതൊക്കെ കള്ളം പറഞ്ഞതായി എഴുതുമെന്ന്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയതുപോലെ പൈസ ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. തികയുന്നില്ലടോ, അത് പറഞ്ഞാൽ മതി. പൈസക്ക് ഇഷ്ടം പോലെ ഉണ്ട്, തികയുന്ന. ഈ വയല് കേൾക്കാൻ വന്നില്ല. ഈ ഉറൂസിന്റെ അവസാന ദിവസം, ഈ ആണ്ട് നേർച്ചയുടെ അവസാന ദിവസം നിങ്ങൾ സിറായിന്റെ വയല് കേൾക്കാൻ വന്നതാണോ? അല്ല. ഈ ഇരിക്കുന്നതിൽ 99% പേരും വന്നത് സമാധാനമില്ല, കച്ചവടമില്ല, രോഗം, ബുദ്ധിമുട്ട്, പ്രയാസം. മഹാന്റെ ഉറൂസല്ലേ, വന്നിരുന്നാ ചിലപ്പം മാറിയാലോ. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമല്ലോ. ഇതിനാ നമ്മൾ വന്നത്. അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ. എടോ, ഇന്ന് ലോകത്ത് ഇല്ലാതെ പോയിരിക്കുന്ന ഒരു സാധനം മനസമാധാനമാണ്. ഇത് പൈസ കൊടുത്താൽ കിട്ടത്തില്ല. ഇത് അള്ളാഹ് തരണം. നിനക്ക് കിട്ടൂല, കടത്തിണ്ണി കിടക്കുന്നവന് ചിലപ്പോൾ അത് കിട്ടും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് റോഡ് കുടിക്കണ ആൾക്കാരെ കണ്ടിട്ടില്ല. ഭാര്യയും ഭർത്താവും കൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കുഴിയെടുക്കും. 500 1000 കിട്ടും. 2 പേരും കൂടെ അതും മേടിച്ചുകൊണ്ട് ഏതെങ്കിലും പൈപ്പിന്റെ ചവിട്ടിയിൽ പോയി കുളിച്ചിട്ട് ഏതെങ്കിലും ഒരു തട്ടുകടയിൽ പോയിട്ട് നല്ല ഓംപ്ലേറ്റും കുളിസെല്ലാം കൂടെ മേടിച്ചങ്ങോട്ട് അടിക്കും. എന്നിട്ട് ലവ് ബേഡ്സിനെ പോലെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ എന്നാച്ചിയും പെണ്ണുമ്പിള്ളയും കൂടെ വരും. ഏതെങ്കിലും ഒരു കടത്തിണ്ണ കാണുമ്പോൾ കയറി അങ്ങോട്ട് ഉടുത്ത മുണ്ട പുതയ്ക്കണേ. അവർക്ക് കരണ്ട് ബില്ലില്ല, വാടകയില്ല, ടെൻഷനില്ല. കൊട്ടാരം കാണുമ്പോ അസൂയയില്ല, ഒന്നുമില്ലടോ. ഓന്റെ ആ ജീവിതം. നീയോ കോടീശ്വരനാ. നീ ഈ നാട്ടിൽ ലക്ഷങ്ങൾ ചെലവഴിച്ചൊരു കൊട്ടാരം പണിതിട്ട് AC റൂമും ഡബിൾ കോട്ട് കട്ടിലും കറങ്ങുന്ന ലൈറ്റും മനോഹരമായ ഫർണിച്ചറും വെച്ചിട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാ. അള്ളാഹു കാക്കുമാറാകട്ടെ. സമാധാനമുണ്ടോ? സമാധാനമുണ്ടോ? ഇല്ല. എന്തേ കാരണം? നീ അതിന്റെ കാരണം കണ്ടുപിടിക്കണോ? ഉസ്താദേ, കന്നിമൂലയ്ക്ക് എന്തോ കുഴപ്പം? കന്നിമൂലയ്ക്കല്ലടാ ചങ്ങാതി കുഴപ്പം. ഏത് ഉസ്താദന്മാർക്ക് സമാധാനം ഇല്ലാത്തത് കന്നിമൂലയുടെ? ഉസ്താദെ, വാതിൽ അങ്ങോട്ട് വരുന്നതിൽ കുഴപ്പമുണ്ടോ? കക്കൂസ് ഇവിടെ വരുന്നതിൽ കുഴപ്പമുണ്ടോ? അടുക്കള അങ്ങോട്ടാ നിൽക്കണം, പിന്നെ എങ്ങോട്ട് നിൽക്കണം? നിന്റെ നെഞ്ചത്തോട്ട് നിൽക്കണം. ആണ് ഇപ്പൊ വസ്വാസിൽ ഖന്നാസായി മാറിയിരിക്കപ്പോ എല്ലാത്തിനും. കന്നിമൂല ഇല്ല എന്നൊന്നും ഞാൻ പറയണില്ല. കന്നിമൂലയൊക്കെ ഉണ്ട്, അത് വേറെ വിഷയം. കന്നിമൂല കഴബാലയത്തിന് പോലും ഉണ്ടല്ലോ, അത് ഇല്ല. ഇത് മാത്രമല്ലടോ വിഷയം. ഇത് മാത്രമല്ല വിഷയം. നിന്റെ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് നീ കണ്ടുപിടിക്ക്. അള്ളാഹു എന്നിട്ട് പരിഹരിക്ക്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ അടിസ്ഥാന ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നുണ്ട്. മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് തലവേദന ഉണ്ടാകുന്നു. വേദനയുടെ ഗുളിക കഴിച്ചാൽ താൽക്കാലികമായിട്ട് വേദന മാറും, അത്രയേ ഉള്ളൂ. പിന്നെയും വരും.
എന്നാൽ ഈ തലവേദന ഉണ്ടാകാനുള്ള അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ അത് മാറൂ. ഇതുപോലെ നിന്റെ വീട്ടിൽ നോക്കിക്കേ, ഭാര്യയും ഭർത്താവും ഒരു പുതപ്പിന്റെ കീഴിൽ ഒരു കട്ടിൽ ചേർന്ന് കിടക്കുന്നു. പക്ഷെ കണ്ടാ കീരിയും പാമ്പിനെ പോലെ, സ്നേഹമില്ല, അടി. പടച്ചവനെ, ദേശീയൊക്കെ വരുമ്പോ വിളിക്കണത് കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ള ഭാഷയാ. എന്നാ വിളിക്കണമെന്നറിയില്ല. കബറി കിടക്കണ വാപ്പായെ പോലും വെറുതെ വിടത്തില്ല. അങ്ങനത്തെ പടച്ചവന് കേസ് കൊടുക്കും. അടിച്ചു പിരിഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ പോയിട്ട് പറയും, എന്റെ ഭർത്താവിന്റെ എഴുന്നേക്കാൻ പറ്റാത്ത വാപ്പ വരെ എന്നെ പീഡിപ്പിച്ചെന്ന് പറയും. അള്ളാഹു കാക്കമാറാകട്ടെ. അടിച്ചേക്ക് ആ മനുഷ്യൻ നേരെ നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, അദ്ദേഹം വരെ പീഡിപ്പിച്ചെന്ന് കേസ് കൊടുക്കുന്ന കാര്യം ഇതാ. എന്നാ ഉമ്മ ചോദിക്കും, ഒരു ഉമ്മയുടെ വയറ്റിൽ കിടന്ന കൂടപ്പറപ്പുകൾ ഇന്ത്യയും പാകിസ്ഥാനും പോലെ. ഉമ്മ തന്നെ ചോദിക്കുന്ന, എടാ നിങ്ങൾ കൂടപ്പുറപ്പായിട്ട് ഇങ്ങനെ തല്ലുന്ന എന്തിനാടാ? എടോ, നമുക്ക് പൈസ ഉണ്ട്, തിന്നാ വയറ് നിറയുന്നുണ്ടോ? മട്ടൻ മന്തി തിന്നിട്ടും നിറയുന്നില്ല. എടാ, കേറി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ഉറക്കമില്ല, സമാധാനമില്ല. എന്തേ അതിന്റെ കാരണം? അല്ല പറഞ്ഞു, ഞാൻ നിനക്ക് തരില്ലടാ സമാധാനം. അല്ല തരൂല. നിന്റെ ദുനിയാവ് അല്ലാഹു ഞെരുക്കമാക്കും, ഇടുക്കിക്കളയും. നിന്നെ സമാധാനത്തോടെ മരിക്കുന്ന കാലം വരെ ജീവിക്കാൻ അല്ലാഹു സമ്മതിക്കില്ല. കാരണം നീ അള്ളാന്റെ കലാമിനെ കളിയാക്കിയവനാ. റബ്ബ് നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിർത്താറായ? 10 മണിയായി. നിർത്താറായ? പിന്നെന്തിനാ വാച്ച് പൊക്കി നോക്കണേ? ഞാൻ പറഞ്ഞില്ല ഞാൻ 10:30 നിർത്തും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ ഇരുന്നോട്ടെ. ഇരുന്ന് പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, ചിലർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് തങ്ങളൊന്ന് ഇരുന്നോട്ടെ.